ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലെ ഡെഫിനിഷൻസ് കാണാതെ പഠിച്ചും പഠിപ്പിച്ചും ടയർഡാണോ നിങ്ങൾ? ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഹാർഡാണ് എന്ന് തോന്നുന്ന ഒരു ടോപ്പിക് കമന്റ് ചെയ്യൂ. കമന്റുകൾ ലഭ്യമാകുന്ന അനുസരിച്ച് എൻ്റെ അടുത്ത വീഡിയോ ഈ കമന്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ടോപ്പിക്കിൽ നിന്നുള്ളതായിരിക്കും. ഗൈസ്, ഡു യു വോണ്ട് ടു ട്രൈ? ഇന്നത്തേത് ഒരു ബയോളജി ബേസ്ഡ് ടോപ്പിക്കാണ്. ടാപ്പ് റൂട്ട് ഓർ ഫൈബ്രസ് റൂട്ട്, ഹൗ ടു സ്പോട്ട് ഇറ്റ് ഇൻ സെക്കൻഡ്സ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനായി ഒരു ചെടി പിഴുതു എന്ന് വിചാരിക്കുക. ചെടി പിഴുതു വരാൻ വളരെ പാടായിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ചെടിയിൽ ടാപ്പ് റൂട്ടാണ് ഉള്ളത്. കാരണം വളരെ സ്ട്രോങ് ആൻഡ് തിക്ക് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ടാപ്പ് റൂട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് മണ്ണിലേക്ക് ആഴത്തിൽ വളർന്നിറങ്ങുകയും ചെയ്യും. അതേസമയം നിങ്ങൾ ആ ചെടി പിഴുതു മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബലം പ്രയോഗിക്കേണ്ടതായി വരും. എന്നാൽ നിങ്ങൾ പിഴുതുമാറ്റിയ ചെടി വളരെ ഈസിയായി നിങ്ങൾക്ക് പിഴാൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ആ ചെടിയിൽ ഫൈബ്രസ് റൂട്ടാണ് ഉള്ളത്. എങ്ങനെ? ഏകദേശം ഒരുപോലെയുള്ള നിരവധി തിന്നായിട്ടുള്ള റൂട്ട്സ് ആണ് ഫൈബ്രസ് റൂട്ടുകളിൽ ഉള്ളത്. ഫൈബ്രസ് റൂട്ടുകളിൽ ടാപ്പ് റൂട്ട് പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് മണ്ണിലേക്ക് ആഴത്തിൽ വളരാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അത് പിഴുതു വരാൻ വളരെ ഈസി ആയിട്ട് തോന്നിയത്. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.